ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യാഴാഴ്ച കർത്താവിൻ്റെ വലിയൊരു കൃപയും അഭിഷേകവും നമ്മൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നാളെ നോക്കിയ ആദ്യ വെള്ളിയാഴ്ചയാണ്. നാളെ നല്ല തീക്ഷ്ണതയോടെ നമുക്ക് നമ്മുടെ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഒന്ന്. നാളെ അച്ഛൻ അട്ടപ്പാടിയിൽ 12 മണിക്ക് ബഹുമാനപ്പെട്ട സേവകന്മാർ ടൈലച്ചൻ്റെ കൂട്ടായ്മയിൽ ബലിയർപ്പിക്കുമ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്. ഹോറോപ്പ് മിനിസ്ട്രി എന്നുള്ളതിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ബലിയിൽ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ അച്ഛൻ കാഴ്ചയായിട്ട് സമർപ്പിക്കും. അപ്പം നിങ്ങളിപ്പോൾ പറയുന്നത് എനിക്കറിയാം, അച്ഛോ ഞങ്ങളതിനെ അച്ഛനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, നിയോഗങ്ങൾ പറയാനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നല്ല. ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ? അത് ഈശോയ്ക്ക് അറിയാം. അച്ഛനല്ലല്ലോ നിങ്ങൾ ബ്ലെസ് ചെയ്യുന്നത്, ഈശോയാണ്. നമ്മളൊരു കുടുംബം പോലെ നമ്മൾ നാളെ അച്ഛൻ ആ കുർബാനയിൽ പ്രത്യേകമായി എല്ലാ കുർബാനയും പ്രധാനപ്പെട്ടതാണ്. നാളെന്നാലും അനേക ദൂരങ്ങളിൽ നിന്ന് വന്ന് ഒരുപാട് യാത്ര ചെയ്ത് ശരിക്കും ത്യാഗം എടുത്തിട്ടുള്ള ബലിയർപ്പണമാണ്. കാരണം അതുപോലെ നമ്മുടെ ഇടവപ്പള്ളിയിൽ പോണ പോലെയല്ല, ഒരുപാട് ത്യാഗം എടുത്തു വന്ന ബലിയാണ്. അപ്പോൾ ഒരു ബലിയർപ്പണത്തിന് എത്രമാത്രം ത്യാഗം അതിൻ്റെ പുറകിലുണ്ട്, അത്രമാത്രം അനുഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ആദ്യ വെള്ളിയാഴ്ചയല്ലേ ശക്തമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടിയും അച്ഛൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഗലാത്യ 5:24. അവിടെ വചനം വെളിപ്പെടുത്താണ്, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തിന് ഓരോ മേഖലയിലായിരിക്കും, ഓരോ ജഡത്തിന്, അതായത് നശിച്ചു പോകുന്ന സുഖങ്ങൾ, അതിനെ പറയുന്ന പേരാണല്ലോ ജഡിക സുഖം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ യേശുവുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളൊരു പാട്ടല്ലേ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ളത് ആ ഒരു പാട്ടാണ്. ഭയങ്കരമായ ഒരു ആത്മീയ ഗീതം. ഈശോയുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ജഡിക സുഖത്തെ തോൽപ്പിക്കാൻ വേണ്ട ഒരു ദൈവകൃപ നമ്മളിൽ ചൊരിയപ്പെടും. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ദയയും ഇത് കേൾക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കുമാറാകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.